ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഐ ആം ഫർഷിബി. ഇന്നലെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു. അതിനകത്ത് ഒരു ക്യൂട്ട് പ്ലാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നായിരുന്നു ഇട്ടിരുന്നത്. പക്ഷേ ടൈം നമുക്ക് കുറച്ചുള്ളതുകൊണ്ട് അതെന്തിനാണ് ഓരോ സ്റ്റെപ്പ് ചെയ്തതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം ഏതിനൊക്കെയാണെന്നുള്ളത്. കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഇതിൽ ഞാൻ ആദ്യം എടുത്തത് പശയും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ നൂലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ആ നൂല് വന്നിട്ട് ത്രെഡാണ് കേട്ടോ എടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് എന്തെങ്കിലും കട്ടിയുള്ള വൂളൻ ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. ഇതെന്തായിരിക്കും ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി സ്റ്റിഫായിട്ട് അതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് പെയിൻറ്റ്, ഇത് പഴയ പെയിൻറ്റാണ് കേട്ടോ ഇവിടെ ഇരുന്നത്. ആ പെയിൻറ്റ് എടുത്തിട്ട് അതിനകത്തോട്ട് ഈ ഒരു ത്രെഡിനകത്തുള്ള ആ ഒരു വാട്ടർ നമ്മൾ കളയുക. എന്നിട്ട് ഈ ഒരു പച്ച പെയിൻ്റ് എടുത്തില്ലേ അതിലിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു കളറ് കിട്ടാനാണ് കേട്ടോ, അല്ലാതെ കുത്തിയിരുന്ന് ഓരോന്ന് അടിക്കുന്നത് പാടാണ്. നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ഹൂളൻ ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ ബെറ്റർ. പിന്നീട് ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ഞാൻ നൈറ്റാണ് ചെയ്തുകൊണ്ട് പിറ്റേ ദിവസം ഞാൻ എണീറ്റിട്ട് ഞാൻ ലീഫ് ഉണ്ടാക്കുന്നുണ്ട്. ലീഫ് ഉണ്ടാക്കാൻ ഇങ്ങനത്തെ ഒരു 8ൻ്റെ ഷേപ്പിലാണ് ഞാൻ ലീഫ് വെട്ടിയെടുക്കുന്നത്. ശേഷം അതിൻ്റെ നടുക്കായിട്ട് നമുക്ക് നൂല് കയറ്റാൻ വേണ്ടിയിട്ട് ഒരിത്തിരി സ്പേസ് കൂടി ഇട്ട് കൊടുക്കണം. അതിപ്പോൾ ഞാൻ ഇത് കറക്റ്റ് തുറക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഞാൻ സ്പേസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോന്നും ഇതാ ഇങ്ങനെ ആയിരിക്കും കാണാൻ. ഇനി ഞാൻ ചെയ്യുന്നത് ഈ ഒരു ഗ്ലൂ ഗൺ യൂസ് ചെയ്യലുണ്ടെങ്കിൽ ഏതെങ്കിലും ഗ്ലൂ ഉണ്ടെങ്കിൽ അത് മതി. ഒരെല്ലാം അതിൽ കയറ്റുക. അതിനകത്തോട്ട് നമ്മൾ ഗ്ലൂ ഗൺ ആ ഒരു ടിപ്പിൽ ഇതാക്കി കൊടുക്കുമ്പോഴേക്കും അത് അവിടെ സെക്യൂർ ആവുന്നുണ്ട്. പിന്നെ ലീഫിനൊരു റിയാലിറ്റി തോന്നാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ കളർ ലീഫ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഞാൻ ഇതാണ് കേട്ടോ എടുത്തത്. ഈ കോംബോ ആണ് എടുത്തത്, ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും. ഇതുപോലെ ഓരോരോ ലീഫ് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. സിമ്പിളാണ്. പുറകിൽ കൂടെ കയറ്റിയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഇങ്ങനൊരു ക്യൂട്ടായിട്ടുള്ള പോട്ടോ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൊണ്ട് എടുക്കുക. ഇല്ലെൻ്റെ സാധാ പാത്രമാണെങ്കിലും മതി കേട്ടോ. ഇതിനകത്തോട്ട് ഞാൻ സ്പോഞ്ച് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അകത്തൊരു ഇത് വേണ്ടേ, അപ്പം അതിന് വേണ്ടിയിട്ട് ആ ഒരു ഫില്ല് ചെയ്യാൻ നിങ്ങൾക്ക് കല്ലോ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. പക്ഷേ മുകളിലൊരു സ്പോഞ്ചോ എന്തെങ്കിലും പേപ്പറോ വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഞാൻ സ്പോഞ്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതിങ്ങനെ എല്ലാ ലീഫും ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ലീഫുകളും കാര്യങ്ങളെല്ലാം കൂടെ എല്ലാം ഒരുമിച്ച് വെച്ച് ഒരു കൊല പോലെ നമ്മളിങ്ങനെ കെട്ടിയെടുക്കുക. നമ്മളിൽ പൂവിൻ്റെ കൊലയൊക്കെ കെട്ടിയെടുക്കില്ലേ, അതുപോലെ മുല്ലപ്പൂ കെട്ടുന്ന പോലെ നമ്മളിത് ജസ്റ്റ് ഒന്നുകൂടെ നോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ നമ്മളെടുത്ത് വെച്ച് ഈ ബോളിൻ്റെ മുകളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു സംഭവം നമ്മൾ കെട്ടി വെച്ചേക്കുന്നതുകൊണ്ട് വെക്കാൻ സിമ്പിളാണ്. അതുപോലെ ഇരുന്നോളും, ഒന്നും പറ്റത്തില്ല. അത് വെച്ചതിന് ശേഷം നേരത്തെ ചെയ്ത ഒരു ത്രെഡ് ബാക്കി വന്നിട്ടുണ്ട്. അത് ഭയങ്കര സ്റ്റിഫാണ്. അതൊന്ന് ജസ്റ്റ് ചുരുട്ടിയിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് തന്നെ വെച്ച് കൊടുത്താൽ ആ ഒരു സ്പോഞ്ചിൻ്റെ ആ ഒരു വൃത്തിയായിട്ട് നമുക്ക് മാറി കിട്ടും കേട്ടോ. അപ്പം അതുകൂടെ വെച്ച് കഴിഞ്ഞാൽ സെറ്റായിട്ടുണ്ട് നമ്മുടെ പ്രൊഡക്റ്റ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടേബിളിൽ വെക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്റ്റാൻഡോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ വെക്കാനും ബെറ്ററാണ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.